ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിൻ്റെ ഫൈനൽ ഡേയ്സ്, അതായത് 3rd-ഉം 4th-ഉം ഡേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഓർത്തു. കാരണം ഞാൻ അധികം വിഷ്വൽസ് എടുത്തിട്ടില്ല. 3rd ഡേ നമ്മൾ മൗണ്ട് ചിറ്റൽസിലാണ് പോയത്. മൗണ്ട് യോങ്ഫ്രൂവിൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു മൗണ്ടെയിൻ ആണത്. സെയിം കേബിൾ കാർ എടുത്താണ് നമ്മൾ ടോപ്പിൽ പോയത്. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. 3-4 ലെവൽസൊക്കെ ഉണ്ട്. പക്ഷെ അധികം അവിടെ ഇല്ല. പക്ഷേ വെതർ അടിപൊളിയായ കാരണം വ്യൂസൊക്കെ വേറെ ലെവലായിരുന്നു. യോങ്ഫ്രൂവിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 4-1 എന്ന് വേണമെങ്കിൽ പറയാം മൗണ്ട് ചിറ്റൽസ്. നമ്മൾ ഏത് മൗണ്ടെയിൻ ടോപ്പിൽ പോയാലും ചെറിയൊരു എന്താ പറയുന്നത് ഐസ് ഫോളൊക്കെ കാണും. ബട്ട് സ്റ്റിൽ ചെറിയൊരു ചൂടും, അതായത് ഒരു ചെറിയ സൺലൈറ്റൊക്കെ ഉള്ള കാരണം നമ്മുടെ വ്യൂ അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് കാഴ്ചകളെല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. അതേസമയം ചെറിയൊരു ഫോഗി അല്ലെങ്കിൽ റെയിനി ഫോഗി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണെങ്കിൽ അധികം നമുക്ക് ദൂരെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ 3rd ഡേ നമ്മൾ മൗണ്ട് ചിറ്റൽസ്, പിന്നെന്താ അവിടെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു, അവിടെ പോയി. പിന്നെ ലൂസോൺ, ആ ഒരു ചെറിയൊരു സിറ്റി ഉണ്ട്, അവിടെയൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ 4th ഡേ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ ഡേ ആണ്. അപ്പോൾ സൂറിക് എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ റിട്ടേൺ. അപ്പോൾ സൂറിക് സിറ്റി നമ്മൾ ഫുള്ള് കവർ ചെയ്യും, സിറ്റി ഓഫ് ബ്ലാക്ക് മണി. അതേപോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം റൈൻ ഫോൾസും നമ്മൾ പോകും, ബോട്ടിങ്ങിലൊക്കെ പോകും. അതായിരിക്കും നമ്മുടെ 4th ഡേ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടേൺ സൂറിക് ആയതുകൊണ്ടാണ് ഫൈനൽ ഡേ സിറ്റി ഫുള്ള് നമ്മൾ കവർ ചെയ്യുന്നത്. ചിലപ്പം ജനീവ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജനീവ ആയിരിക്കും ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഫുൾ കവർ ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ സ്റ്റാർ ടൂർസ് ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടൂർ കമ്പനി തന്നെയാണ്. എനിക്ക് തോന്നുന്നത് 1987 തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് ഈ സ്റ്റാർ ടൂർസ്. അവർക്ക് പാക്കേജുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റാ പേജ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. അവർ വാട്സപ്പിൽ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പോയ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് 4 days 3 nights ആണ്. അപ്പം നമ്മൾ 3 മാസം മുന്നേ ബുക്ക് ചെയ്താൽ ഒരു £50 നമുക്ക് ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ തന്നെ ട്രിപ്പ് പോകുന്നതും ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ടും പാക്കേജായിട്ട് പോകുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ അവർക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് അവരെന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു.